LDFിലെ ഗതാഗത മന്ത്രിയും മുൻ ഗതാഗത മന്ത്രിയും തമ്മിലുള്ള ഭിന്നത വീണ്ടും മറനീക്കി പുറത്തേക്ക്. ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനം കാണാനെത്തി ആന്റണി രാജു. ഇതുവഴി പോയപ്പോഴാണ് ഇന്നാണ് ഉദ്ഘാടനം എന്നറിയുന്നത്. എന്റെ കുഞ്ഞാണ് ഇലക്ട്രിക് ബസ് എന്നും ആന്റണി രാജു. അപ്പോൾ ഞാനിതിലെ പോയപ്പോഴാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് ബസ്സുകൾ ഇങ്ങനെ ഉദ്ഘാടനത്തിനായി ഫ്ലാഗ് ഓഫിനെ അവിടെ നിർത്തിയിരിക്കുന്നത് കണ്ടത്. എന്നോട് പറഞ്ഞിരുന്നത്, ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നത്, പുത്തിരിക്കണ്ടത്ത് ഈ സ്പോട്ടിലെ നയനാർ പാർക്കിൻ്റെ അവിടെ വെച്ച് ഇത്രയും ബസ്സുകൾ ഒരുമിച്ച് ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പെട്ടെന്നിപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വെച്ചാണ് ഇത് എൻ്റെ ഈ റോഡിൻ്റെ അപ്പുറമാണല്ലോ എൻ്റെ മണ്ഡലം. അപ്പോൾ ഇത് കിഴക്കേക്കോട്ട, തമ്പാനൂർ തുടങ്ങിയ പ്രദേശങ്ങളാണ് KSRTCയുടെയും നഗരത്തിൻ്റെ ഒരു പ്രധാന ഹൃദയഭാഗം. അവിടെ വെച്ചൊക്കെയാണ് സാധാരണ ഉദ്ഘാടനം. തൈക്കാട് പോലീസ് ഗ്രൗണ്ട്. കഴിഞ്ഞ തവണ 50 ബസ്സുകൾ മുഖ്യമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തത് വലിയ ചാലയുടെ കിഴക്കേക്കോട്ട തമ്പാനൂരിൻ്റെ തൊട്ടടുത്തുള്ള. അപ്പോൾ ഇത്തവണ ഇതോടെ ഒഴിഞ്ഞ ഒരു മൂലയിലാണ് ഇതിപ്പോൾ ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് എൻ്റെ കുഞ്ഞായതുകൊണ്ട്, എൻ്റെ കുഞ്ഞും കൂടെ ആണല്ലോ. അപ്പോൾ അതിനെ കാണാനുള്ളൊരു കൗതുകം കൊണ്ടൊന്ന് ഇറങ്ങിയെന്നുള്ളതേ ഉള്ളൂ. മണ്ഡലം മാറിപ്പോയതായിരിക്കും, അറിയാതെ ആയിരിക്കുമല്ലോ. ഏതായാലും എൻ്റെ മണ്ഡലം മാറ്റാൻ ഒക്കില്ല. കാരണം തിരുവനന്തപുരം MLA എന്നുണ്ടെങ്കിൽ സിറ്റിയുടെ 28 വാർഡുകളും ഉൾപ്പെടുന്നതാണല്ലോ തിരുവനന്തപുരം മണ്ഡലം. തമ്പാനൂർ ബസ് സ്റ്റേഷനും കിഴക്കേക്കോട്ട ബസ് സ്റ്റേഷനും അവിടെ നിന്ന് മാറ്റാൻ ഒക്കില്ല. ബസ്സുകൾ ഇവിടെ ഇട്ട് ഫ്ലാഗ് ഓഫ് ചെയ്താൽ ഓടിക്കേണ്ടത് അവിടെയല്ലേ പ്രധാനമായിട്ടും. ജബിൻ JB വിവരങ്ങളുമായി ചേരുകയാണ്. ജബിൻ, ഈ ഇലക്ട്രിക് ബസ് സംബന്ധിച്ച് ഒരു വിമർശനം ഉന്നയിച്ച് KB ഗണേഷ് കുമാർ ഒരു വിമർശനം ഉന്നയിച്ച് മുൻമന്ത്രി ചെയ്തതും വരുത്തിയതുമായ പരിഷ്കാരങ്ങളെല്ലാം മോശമാണെന്ന തരത്തിൽ ഒരു പ്രചാരണമുണ്ടായി. അതിനെയൊക്കെ മന്ത്രി ആന്റണി രാജു രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പലപ്പോഴും പരോക്ഷമായി വിമർശിച്ചത്. ഇന്നിപ്പോൾ സ്ഥലം MLA കൂടിയാണ്, തന്നെ ക്ഷണിച്ചിട്ടില്ല എന്ന കാര്യം പരസ്യമാക്കുകയാണ്. അത് തന്നെയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം പുതിയ ഗതാഗത മന്ത്രി, പഴയ ഗതാഗത മന്ത്രി തമ്മിലുള്ള വാക്പോര് വീണ്ടും ഇവിടെ തുടങ്ങുകയാണ്. ഈ ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരുന്ന സമയത്താണ് തിരുവനന്തപുരം കോർപ്പറേഷനും സ്മാർട്ട് സിറ്റിയും കൂടി ചേർന്നുകൊണ്ട് ഏകദേശം 113ഓളം ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാനായി തീരുമാനിച്ചതും അതിൽ 50 ബസിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി തന്നെ നേരത്തെ നിർവഹിച്ചിരുന്നു. ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ മാസം, അതായത് ഡിസംബർ അവസാനത്തോടു കൂടിയാണ് 2 ഡബിൾ ഡെക്കർ ഇലക്ട്രിക് ബസ്സുകൾ. അതിൽ തന്നെ ഈ ഡബിൾ ഡെക്കർ ബസ്സുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഓപ്പൺ റൂഫ് ഡബിൾ ഡെക്കർ ബസ്സൊക്കെ തന്നെ കേരളത്തിലേക്ക് എത്തുന്നത്. അത്തരത്തിൽ ഈ 2 ഇലക്ട്രിക് ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ്സും മറ്റ് 20 സാധാ ഇലക്ട്രിക് ബസ്സും കൂടി ചേർത്തുകൊണ്ട് 22 ബസ്സുകളുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടത്തുവാനായി തീരുമാനിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം വികാസ് ഭവനിന് മുന്നിൽ ഈ 3:30 കൂടി ഇത്തരത്തിൽ ഉദ്ഘാടന പരിപാടി മന്ത്രി, അതായത് പുതിയ ഗതാഗത മന്ത്രിയും സ്പീക്കറൊക്കെ ഉൾപ്പെടുന്ന മുൻ സ്പീക്കർ ഉൾപ്പെടുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടത്തുവാനായി തീരുമാനിച്ചത്. ഇതിന് മുന്നോടിയായാണ് 3 മണിയോട് കൂടി മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു പെട്ടെന്ന് ഇവിടേക്ക് എത്തിയത്. അദ്ദേഹം ഈ ഉദ്ഘാടനത്തിനായി കാത്തു നിൽക്കുന്ന ബസ്സുകളിലൊക്കെ തന്നെ കയറുകയും അവിടെ ഇരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചത്. അതായത് തന്റെ കുഞ്ഞുങ്ങളാണ്, താൻ ഗതാഗത മന്ത്രിയായിരുന്ന സമയത്ത് വാങ്ങിയ ഇലക്ട്രിക് ബസ്സുകളാണ്, ഇതിനെല്ലാം തുടക്കം കുറിച്ച താനാണ്, തന്റെ കുട്ടികളാണ്. ഇവർ എന്തുകൊണ്ടാണ് സാധാരണഗതിയിൽ ഒരു KSRTC ബസ്സോ ഇലക്ട്രിക് ബസ്സോ തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ തന്റെ മണ്ഡലത്തിനുള്ളിലെ തന്നെ ഭാഗങ്ങളായ തമ്പാനൂരോ പുത്തരിക്കണ്ട മൈതാനത്തോ അല്ലെങ്കിൽ പോലീസ് ഗ്രൗണ്ടിലൊക്കെ വെച്ചാണ് സാധാരണഗതിയിൽ ഉദ്ഘാടനം ചെയ്യാറുള്ളത്. ഇത് എന്തുകൊണ്ടാണ് തന്നോടുള്ള, അതായത് പുതിയ ഗതാഗത മന്ത്രി പഴയ ഗതാഗത മന്ത്രി മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഇത്തരത്തിൽ മണ്ഡലം മാറ്റി ഉദ്ഘാടനം ചെയ്യുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്ന അതുകൊണ്ടാണോ എന്നാണ് ഇപ്പോൾ മന്ത്രിക്ക് സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതൊരു പുതിയ വിവാദത്തിന് വഴി തെളിയിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ ഇവിടെ ഈ ഉദ്ഘാടനത്തിന് ശേഷം മന്ത്രി ഗണേഷ് കുമാറിന്റെ ഒരു പ്രസ്താവന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും അതിനാണ് ഇപ്പോൾ എല്ലാവരും കാതോർത്തിരിക്കുന്നത്. ജിബിനാണ് വിവരങ്ങൾ നൽകിയത്. ഈ